കുട്ടികൾ കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും മാതാപിതാക്കളുമായി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങുന്നത്. അവരെ ഒരു വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, നമുക്കെപ്പോഴും കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ കിടക്കുന്ന, നമ്മുടെ മടിയിൽ കിടക്കുന്ന ചെറിയ ആളുകളായിട്ട് തന്നെയാണ് കരുതാറ്. അവർ വലുതാവുന്നതും സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാവുന്നതും വസ്ത്രധാരണത്തിലും അവരുടെ ഉന്നത പഠനത്തിലുമൊക്കെ സ്വന്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നതുമൊക്കെ പലപ്പോഴും മനസ്സിലാക്കാതെ പോവാറുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. പലപ്പോഴും പ്രശ്നക്കാരായ കൗമാരക്കാരെയും കൊണ്ടാണ് മാതാപിതാക്കൾ വരാറുള്ളത്. പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, എതിർത്ത് പറയുന്നു, ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് കുട്ടികൾ വഴുതി പോകുന്നു എന്നൊക്കെയുള്ള ഭയത്തിലാണ് പലപ്പോഴും കുട്ടികളെയും കൊണ്ട് വരാറുള്ളത്. അല്ലെങ്കിൽ അവരുടെ പുറത്തറിഞ്ഞ പ്രണയത്തെക്കുറിച്ചുള്ള പരാതികളുമായിട്ട്. കൗൺസിലിംഗ് സെഷൻസ് കഴിയുന്തോറും മാതാപിതാക്കൾ അവർക്കുണ്ടായ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും തിരിച്ച് കുട്ടികളും മാതാപിതാക്കളുമായി നല്ലൊരു സൗഹൃദം രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. പലപ്പോഴും കുഞ്ഞുങ്ങൾ വലുതായി വരുന്നതനുസരിച്ച് അവരെ ഒരു വ്യക്തിയായിട്ട് കാണാൻ നമുക്കാർക്കും സാധിക്കാറില്ല. നമുക്കെപ്പോഴും കുഞ്ഞുങ്ങൾ നമ്മുടെ മടിയിൽ കിടന്ന് വളർന്ന ആളുകളാണ്. അവരെ ഒരു വ്യക്തിയായിട്ട് കാണാൻ അവർക്ക് അവരുടേതായ വ്യക്തിത്വവും രീതികളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ എപ്പോഴും നമ്മുടെ വാത്സല്യം അതിന് സമ്മതിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വസ്ത്രം ധരിച്ച് നമ്മൾ പറയുന്ന കോഴ്സുകൾ ചെയ്ത് ഒക്കെ പഠിക്കുന്ന കുട്ടികളെയായിരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ കുട്ടികൾക്ക് അവരുടേതായ കുറേ തീരുമാനങ്ങൾ ഉണ്ടായി വരുന്നു. അവർക്ക് മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബത്തേക്കാൾ കൂടുതലായിട്ട് അവരുടെ പിയർ ഗ്രൂപ്പ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൂടുന്നു. അവരുടെ കൂട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അതിനോട് കൂടുതൽ അവർക്ക് ഒരു താല്പര്യം തോന്നുന്നു. അവരാരോടൊക്കെയാണോ കൂട്ടുകൂടുന്നത് അതനുസരിച്ച് അവരുടെ രീതികളിൽ വ്യത്യാസം വരുന്നു, അവരുടെ അഭിരുചികളിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ ഇത് പലപ്പോഴും കൂടെയുള്ള മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കോ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് പലയിടത്തും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കൗമാരപ്രായത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളുകളോടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. പലപ്പോഴും ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇതിനെ വലിയ വിഷയമാക്കിയെടുത്ത് കുട്ടികൾക്കുള്ള അവരുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വിഷയങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വീണ്ടും കൗൺസിലിംഗ് സെഷനുകളിൽ വരുമ്പോൾ കുട്ടികളുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് നല്ല രീതിയിൽ സ്നേഹത്തോടെ സൗഹൃദത്തോടെ ഇതിങ്ങനെ വേണ്ട എന്ന് അച്ഛനോ അമ്മയോ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുമായിരുന്നു എന്നാണ് പല കുട്ടികളും പറയാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുടുംബം എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പറയാനും കേൾക്കാനും ഒക്കെയുള്ള ഒരിടമായിട്ട് വീടുകൾ മാറേണ്ടി വരും. പലപ്പോഴും കുട്ടികൾ പറയാറുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, ഇത് സംസാരിക്കാനായിട്ട് ചെല്ലുമ്പോൾ അച്ഛന് സമയമില്ല, അമ്മയ്ക്ക് സമയമില്ല. അപ്പോൾ പലപ്പോഴും അമ്മ ഫോൺ കോളിലാണെങ്കിൽ പിന്നീട് നിന്നെ കേട്ടോളാം എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തും. പിന്നീട് ചിലപ്പോൾ അമ്മ അത് ചോദിക്കാൻ മറന്നു പോകും. അപ്പോൾ ഇത് ഞങ്ങൾ പറയാത്തതിൻ്റെ പ്രശ്നമല്ല, ഞങ്ങളെ കേൾക്കാൻ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സമയമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിനെ നിസ്സാരമായി കാണുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ പല പ്രശ്നങ്ങളും ഞങ്ങൾ പറയാത്തതെന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അതാണ്, ഇവരെ എപ്പോഴാണോ നമ്മൾ അവരെ കേൾക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മളിലേക്ക് വരുന്നത്, ആ സമയം കുറച്ച് നേരമെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. നമ്മളിൽ നിന്ന് അകന്നു പോയി എന്ന് പറഞ്ഞ് നമ്മൾ പ്രയാസത്തിലാവുന്നതിലും എത്രയോ നല്ലതാണ് കുറച്ച് സമയം നമ്മളുടെ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നത് കേൾക്കുക എന്നുള്ളത്. പിന്നീട് നമ്മുടെ കുട്ടികളാണ് എന്ന് കരുതിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവരുത് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. എപ്പോഴും കുട്ടികൾക്ക് അവരുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അവരുടെ വസ്ത്രധാരണത്തിൽ അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും, അവരുടെ പഠനത്തെക്കുറിച്ച് അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും, അവരെവിടെ ജോലി ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അപ്പോൾ അത് കേൾക്കുക, അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതൊരു ചർച്ചയിലൂടെ സംസാരിച്ച് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും ഒച്ച വെച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എതിർത്ത് പറയുമ്പോഴൊക്കെ കുട്ടികൾക്ക് അത് വളരെ അരോചകമായിട്ട് തോന്നുകയും പിന്നീട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ അവർ ഒഴിവാക്കിക്കൊണ്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെയാണ് അവരുടെ പ്രണയബന്ധങ്ങൾ അറിയുമ്പോൾ. അവരുടെ അങ്ങനെ ഒരു വിഷയം അറിയുമ്പോൾ തന്നെ അതിനെ വളരെ രൂക്ഷമായിട്ട് തന്നെ പ്രതികരിക്കാതെ അതിൻ്റെ കാര്യകാരണങ്ങൾ അവരോട് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്ത് ഒക്കെ കുറച്ചുകൂടെ മിതത്വമായ രീതിയിൽ കുട്ടികളോട് സംസാരിക്കുന്നതിനാണെങ്കിലും പെരുമാറുന്നതിനാണെങ്കിലും ഒക്കെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, പല കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ഇതിനകത്തെല്ലാം ഒരുപാട് ആപ്പുകൾ ഉണ്ട് ചാറ്റിങ്ങിന് വേണ്ടിയിട്ട്. വീട്ടിലുള്ളവർ അറിയാതെ തന്നെ ചാറ്റ് ചെയ്യാനുള്ള ഒരുപാട് ആപ്പുകൾ കുട്ടികളുടെയൊക്കെ ഫോണിലുണ്ട്. നമ്മൾ അറിയാതെ പല രീതിയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊക്കെയുള്ള സോഴ്സുകൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അവരോടുള്ള ഒരു വിശ്വാസം അവർ മുതലെടുക്കാതിരിക്കണമെങ്കിൽ അതനുസരിച്ച് കൃത്യമായിട്ട് തന്നെ നമ്മൾ അതിനെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട ഇടങ്ങളിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മറ്റൊരാളോട് അവരുടെ കംഫർട്ട് സോൺ തേടി നമ്മുടെ കുട്ടികൾ പോകാതിരിക്കണമെങ്കിൽ അവർക്ക് നല്ലൊരു കംഫർട്ട് സോൺ വീട്ടിലുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരുടെ പ്രശ്നങ്ങൾ പറയാൻ, അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ,
അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരിടം അവരുടെ വീട്ടിലുണ്ട് എങ്കിൽ പുറത്തൊരാളോട് ആ കംഫർട്ട് സോൺ തേടി പോകുന്നതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ മുൻവിധികളില്ലാതെ ഇവരോട് സംസാരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പറയുന്നത് കേൾക്കുന്നതിന് മുമ്പേ തന്നെ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അച്ഛൻ, അമ്മ, കുട്ടികൾ എന്നുള്ള കുടുംബത്തിനുള്ളിൽ തന്നെ തീർക്കേണ്ട പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ തീർക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൗൺസിലിംഗ് സാഹചര്യങ്ങൾ ആവശ്യമാണെങ്കിൽ അത് നൽകുക. അതല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ സേവനം ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നതിന് മാതാപിതാക്കൾ തയ്യാറാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരിക്കലും ഓരോ തലമുറ കഴിഞ്ഞു വരുന്നതനുസരിച്ച് അവർക്ക് കിട്ടുന്ന റിസോഴ്സസ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ഏത് രീതിയിലാണെങ്കിലും ഇപ്പം മൊബൈൽ ഫോൺ പോലെയുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നതിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ മക്കൾ വഴിതെറ്റി പോവാതിരിക്കണമെങ്കിൽ അതിനെ കൃത്യമായി ഉപയോഗിക്കുന്ന രീതികൾ നമ്മുടെ മക്കൾ ഇനി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സൈബർ ക്രൈമുകളെ കുറിച്ച് നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ അറിയാത്ത ആളുകളുമായിട്ടുള്ള ചാറ്റിങ്ങുകൾ കൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമ്മളുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അറിയാത്ത ആളുകളുമായിട്ട് ഓൺലൈനിൽ കൂടെ ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എത്രത്തോളം അതിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് അവരെ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു സമയത്ത് ഈ ഒരു അഡോളസൻസിനെ നല്ല രീതിയിൽ തന്നെ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളതാണ്. വീണ്ടും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.